ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, എന്നാലും അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. അതായത് ഇന്ത്യയിൽ ആൽക്കഹോൾ കംപ്ലീറ്റ് ആയിട്ട് ബാൻഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്കറിയാം. അതായത് ബീഹാർ, ഗുജറാത്ത്, നാഗാലാൻഡ്, പിന്നെ മിസോറം. അതുപോലെ തന്നെ നോൺ വെജ് ബാൻഡ് ആയിട്ടുള്ള ഇന്ത്യയിലെ സിറ്റീസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അതായത് ഇന്ത്യയിൽ 8 സിറ്റികൾ മതപരമായും അവിടുത്തെ ആചാരങ്ങളുടെ ഭാഗമായും അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമൊക്കെ ആയിട്ട് വെജിറ്റേറിയൻ സിറ്റീസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് പാൽറ്റാന എന്ന് പറയുന്ന ഗുജറാത്തിലെ ഒരു സിറ്റിയാണ്. ജെയിൻ ടെമ്പിളുകളും വിശ്വാസികളുമുള്ള ഈ സിറ്റി ലോകത്തിലെ തന്നെ ആദ്യത്തെ വെജിറ്റേറിയൻ സിറ്റിയായിട്ട് 2014 തിരഞ്ഞെടുത്തതാണ്. 2 അയോധ്യ, ശ്രീരാമൻ്റെ ജന്മസ്ഥലമായ ഇവിടെ ഒരു പുണ്യസ്ഥലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇവിടെയും വെജിറ്റേറിയനിസമാണ് ഫോളോ ചെയ്യുന്നത്. 3 ഉത്തരാഖണ്ഡിലെ ഋഷികേശ്, ലോകത്തിലെ യോഗയുടെ തലസ്ഥാനമായിട്ടാണ് ഋഷികേശ് അറിയപ്പെടുന്നത്. ഇവിടെയും നോൺ വെജ് അലൗഡല്ല. 4 ഹരിദ്വാർ, ഉത്തരാഖണ്ഡിലെ വേറൊരു പുണ്യസ്ഥലമാണിത്. ഗംഗാ നദിയുമായി ചേർന്ന് കിടക്കുന്ന ഈ സിറ്റിയിലും നോൺ വെജ് ബാൻഡാണ്. 5 ജൈന മതവിശ്വാസം കൂടുതലായിട്ട് നിൽക്കുന്ന രാജസ്ഥാനിലെ ഒരു ഹിൽ സ്റ്റേഷനാണ് മൗണ്ട് അബു എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അവിടെ വളരെയധികം മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെയും വെജിറ്റേറിയനിസമാണ് ഫോളോ ചെയ്യുന്നത്. 6 വൃന്ദാവൻ, ഭഗവാൻ കൃഷ്ണൻ്റെ കുട്ടിക്കാലം ചെലവഴിച്ച ഉത്തർപ്രദേശിലെ ഈ സ്ഥലത്ത് ഒരുപാട് അമ്പലങ്ങളും ആശ്രമങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെയും സ്ട്രിക്റ്റ് വെജിറ്റേറിയനിസമാണ് തുടർന്നു പോകുന്നത്. 7 രാജസ്ഥാനിലെ ഒരു സ്ഥലമാണ് പുഷ്കർ എന്ന് പറയപ്പെടുന്ന ഈ സ്ഥലം. ഹിന്ദുമതക്കാരും സിഖുകാരുമാണ് കൂടുതൽ. അതുപോലെ തന്നെ ധാരാളം അമ്പലങ്ങളും ഈ സ്ഥലത്തുണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രിക്റ്റ് വെജിറ്റേറിയനിസം ഇവിടെയും തുടർന്നു പോരുന്നു. 8 ഗാന്ധിനഗർ, ഗുജറാത്തിൻ്റെ തലസ്ഥാനമായി ഈ സ്ഥലത്ത് ജൈനമതക്കാരും ഹിന്ദുമതക്കാരുമാണ് കൂടുതലുള്ളത്. ഇവിടെയും നോൺ വെജ് ബാൻഡാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളല്ലാതെ വേറെ ഏതെങ്കിലും സ്ഥലങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്നെ ഫോളോ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.